അപ്പോഴേ ഇന്നലെ നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി വേഗം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ്. ഗ്രീൻ പീസ് കുറുമയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റ്, നമ്മുടെ ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് കഷ്ണമാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. വേവാനുള്ള സുഖത്തിന് കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഗ്രീൻ പീസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് വേവാനുള്ളത്. ബാക്കി ഓൾറെഡി വെന്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് അതിനിടയ്ക്ക് നമ്മൾ തേങ്ങ ചിരവിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഒരു അരമുറിയൊക്കെ തേങ്ങ മതി കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ നല്ല ജീരകമല്ല, പെരിഞ്ജീരകമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം കൂട്ടിയിട്ട് അതിനൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് അത് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പിലല്ല, നമ്മുടെ ഓൾറെഡി ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. കറി ഇറക്കി വെച്ച് അപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനി അപ്പത്തിൻ്റെ പണിയിലേക്ക് പോകാനാണ്. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ കറിയിനകത്തോട്ട് ഓൾറെഡി ഇച്ചിരി ഉപ്പ് ഇടുന്നത്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തോട്ട് വന്നിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയും വേണം കേട്ടോ. പിന്നെ നമ്മൾ അപ്പത്തിൻ്റെ പണിയിലേക്കാണ്. ഇന്നലെ അരച്ച് വെച്ചത് പക്ഷെ പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് അതുകൊണ്ട് പൊങ്ങാത്തത്. ഇപ്പോൾ ഇതിനകത്തോട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡാപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ നടുഭാഗം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി സോഡാപ്പൊടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ചെറിയ വെള്ളികളൊക്കെ വേണ്ടി ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതിട്ട് നമ്മൾ ഫസ്റ്റ് അപ്പം ഉണ്ടാക്കുമ്പോൾ ചില ടൈമിൽ പൊട്ടി പൊളിഞ്ഞു പോകാറുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത് നന്നായി കിട്ടുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വെന്ത് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കിട്ടിയാൽ ഓക്കെ. ഫസ്റ്റാണ്. ചില സമയങ്ങളിൽ 2 3 ഒക്കെ കേടുവന്ന് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ ചായക്കുള്ള പണിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. പിടിക്കൊന്നുമില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. പക്ഷെ എന്നാലും അപ്പമായി നമ്മൾ കഴിക്കാനിരിക്കുക. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.